guys, welcome back to our channel Brinda Arjun. അപ്പൊ ഗൈസ് നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്ത ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിതൊരു ഡാൻസ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 1300 വീഡിയോസോളം ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 1000 ഡാൻസ് വീഡിയോസ് തന്നെയാണ്. ഈവൻ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ആൻഡ് ഇതുവരെ നിർഭാഗ്യവശാൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയാണ്, ഇന്ന് മുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡാൻസിന്റെ ട്യൂട്ടോറിയൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ആദ്യത്തെ ഡാൻസ് ട്യൂട്ടോറിയൽ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജാലകാരി ആ സോങ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഇപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുമുണ്ട്. ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓണത്തിന്റെ ഒക്കെ സമയത്ത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇന്ന് ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് നോട്ട് മൈ കൊറിയോ. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹുക്ക് സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആസ് ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ലാഗ് ആയിരിക്കാം. എന്നാലും ഞാൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ആൻഡ് ഈവൺ അത് ബിഗിനേഴ്സ് ആയിക്കോട്ടെ, ആൻഡ് അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഡാൻസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരായിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാൻസ് സ്റ്റുഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, എന്നെ ഇങ്ങനെ തന്നെ നോക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഈ വീഡിയോ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും. അതായത് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. എല്ലാ സ്റ്റെപ്സും ഈ മിററിലുള്ള എന്നെ നോക്കുക. എന്തെങ്കിലും സ്റ്റെപ്പിനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന എൻ്റെ കൈയും കാലും ഒക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഡൗട്ടൊന്നും വേണ്ട, നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോവാം, പഠിക്കാം. അപ്പൊ സോങ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജാലകാരി മായ ജാലകാരി. അപ്പൊ ആ ഒരു ഫസ്റ്റ് പോർഷൻ തന്നെ നമ്മൾ സ്റ്റെപ്പിൽ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ആദ്യം അതിന്റെ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാരും കാണാതെ തമ്മിൽ നാം ഒന്നായി മാറിടാം ജാലകാരി. ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. പാട്ടൊക്കെ പഠിക്കണമല്ലോ. അപ്പോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം. അപ്പോ ഫസ്റ്റ് ആദ്യം നിങ്ങളുടെ റൈറ്റ് കാലാണ്, റൈറ്റ് ലെഫ്റ്റ് അല്ലെ. റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് 1 2 യെസ്. റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. സെയിം ടൈം ട്ടോ. 1 2 യെസ്. ഇതാണ് ലെഗ്. ആൻഡ് ഇതിന്റെ ഹാൻഡ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2. ഇതൊരു ജാലം അല്ലേ, മായാജാലം അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ 1 2 എങ്ങനെയാണ് ക്രോസ് ചെയ്യുക ആൻഡ് ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ ചെസ്റ്റ് ലെവൽ ആയിരിക്കണം കേട്ടോ. ആൻഡ് മായാജാലം ആവുമ്പോൾ നമ്മൾ അതിനൊരു മൂവ്മെന്റ്സ് ഇടില്ലേ നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട്, ആ ഒരു മൂവ്മെന്റ്സും കൊടുക്കുക. ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 1 2 1 2 യെസ്. ആകെ ഒരു ടൈമേ ഉള്ളൂ, അതായത് 2 സ്റ്റെപ്പേ ഉള്ളൂ. അതായത് 5 6 7 ഗോ 1 2 യെസ്. അതായത് റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. സെയിം ടൈം ചെസ്റ്റ് ലെവലിൽ ഹാൻഡ്സ് ക്രോസ് ചെയ്യുക ആൻഡ് സ്പ്രെഡ് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോ 5 6 7 ഗോ ജാലക. അതിനാണ് പാട്ട് വരുന്നത്. 5 6 7 ഗോ ജാലക കാരി മായ ജാലകാരി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി ഈ പൊസിഷനിൽ നിൽക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ റൈറ്റ് ലെഗ് കൊണ്ട് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോവുക. ദെൻ ജോയിൻ വിത്ത് യുവർ ലെഫ്റ്റ് ലെഗ്. ഓക്കെ, 5 6 7 ഗോ 1 2 5 6 7 ഗോ 1 2. ഓക്കെ, ഇതാണ് ലെഗ് മൂവ്മെന്റ്. ആൻഡ് യുവർ ഹാൻഡ് മൂവ്മെന്റ് ലൈക്ക് നമ്മൾ സുന്ദരി, എൻ റാസ, എൻ ചെല്ലോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ 1 2 യെസ്. നമ്മൾ ജസ്റ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യില്ലേ, ആ ഒരു ഇത് നമ്മുടെ ഫോർഹെഡ് ലെവല്
ഹാൻഡ്സ് കൊണ്ട് ചെയ്യാം. ഓക്കെ, സോ സെയിം ടൈം ബോത്ത് ലെഗ് ആൻഡ് ഹാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1 2. ഓക്കെ, 1 2 5 6 7 go 1 2. ഓക്കെ, സോ ഫ്രം ദ ബിഗിനിങ് 5 6 7 go ജാലക്കാരി. ഓക്കെ, ഇത്രയും കിട്ടി. യെസ്, അപ്പൊ നമ്മൾ ഓൾറെഡി ലെഗ് ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആൻഡ് വൺ മോർ തിങ്, എപ്പോഴും നമ്മൾ ഓരോരോ സ്റ്റെപ്പ് പഠിച്ചു കഴിയുമ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ ഫ്രം ദ ബിഗിനിങ് തൊട്ട് എവിടെ വരെ പഠിച്ചു അവിടെ വരെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മൈൻഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാൻഡ് ഇവിടെ വന്നു. ഇനി ബോഡി മാത്രം നോക്കുക. ജസ്റ്റ് ഒന്ന് ബോഡി ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടിൽറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് റൈറ്റിലേക്ക്, അതായത് നിങ്ങളുടെ ഷോൾഡർ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുക, ദെൻ ലെഫ്റ്റിലേക്ക് ബോഡി ടിൽറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ്. ആൻഡ് ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റൈറ്റ് ദെൻ ലെഫ്റ്റ്. ഓക്കെ, അതായത് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഹിപ്പിൽ വരിക, റൈറ്റ് ഹാൻഡ് ഫോർഹെഡ് വരിക. ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ വരിക, ലെഫ്റ്റ് ഹാൻഡ് ഫോർഹെഡിൽ വരിക. ഓക്കെ, 5 6 7 go 1 2. ഓക്കെ, ഇനി ഇതിന് ശേഷം ഈ ഒരു സമയത്ത് നമ്മുടെ ലെഗ് മൂവ്മെന്റ്സ് ഒന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ലെഗ് മൂവ്മെന്റ് വരുന്നുണ്ട്. ആ ലെഗ് മൂവ്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4. സി മൈ ആംഗിൾ ഓഫ് ദ ബോഡി റൈറ്റ് നൗ ഇസ് ഫ്രണ്ട്. ഓക്കെ, ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ഞാൻ നൈസായിട്ട് ടിൽറ്റ് ചെയ്ത് ബോഡീനെ ആ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് ദ മൂവ്മെന്റ് ഇസ് ലൈക്ക് സി 1 2 3 4. അതായത് ലെഫ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ടാപ്പ് ലിഫ്റ്റ് ടാപ്പ് ലിഫ്റ്റ്, ഇറ്റ്സ് ലൈക്ക് എ ബൗൺസ്. കണ്ടോ, ഇങ്ങനെ ഒരു ബൗൺസിങ് മൂവ്മെന്റ് ആണ്. ബട്ട് സ്റ്റിൽ ഹൗ ഇറ്റ് ഈസ് ഡൂയിങ് ലൈക്ക് ലെഫ്റ്റ് ടാപ്പ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, 1 2 3 4. അപ്പൊ നമ്മള് ടിൽറ്റ് ചെയ്തു ആൻഡ് ഹാൻഡ് ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. ആ ഹാൻഡിന് എന്ത് ചെയ്യണം? 1 2 3 4. യെസ്, നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഹാൻഡും ജസ്റ്റ് മൂവ് ചെയ്യുക. എങ്ങനെയാ മൂവ് ചെയ്യുക? ഒരുമിച്ച് ചെയ്തെല്ലാവരും ഇങ്ങനെ. ഓക്കെ, യെസ്, ഈ ഒരു മൂവ്മെന്റോടെ നമ്മൾ എന്ത് ചെയ്യുക? ബോഡീനെ നൈസായിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇത്രയൊന്ന് ഒരുമിച്ച് ചെയ്താലോ? ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഷുവർ കഴിഞ്ഞു പോയി ഗൈസ്. ഓക്കെ, ആരാരും കാണാതെ തമ്മിൽ നാം ഒന്നായി മാറിടാം, ജാലക്കാരി മായ ജാലക്കാരി. കിട്ടിയോ? യെസ്, ഇനി അടുത്ത പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് പോർഷൻ കിട്ടി. ഇനി സെക്കൻഡ് പോർഷൻ ലെഗ് മൂവ്മെന്റ് മാത്രം ശ്രദ്ധിക്കുക. ജസ്റ്റ് റൈറ്റ് ലെഗിനെ നമ്മൾ ക്രോസ് ചെയ്യുക, അതായത് ലെഫ്റ്റ് ലെഗും റൈറ്റ് ലെഗും ക്രോസ് ചെയ്യുക. എങ്ങനെയാ? 1 2 3 4. യെസ്, ആദ്യം റൈറ്റ് ക്രോസ് ചെയ്യുക ഫ്രണ്ടിൽ, ദെൻ ലെഫ്റ്റ് ലെഗ് ക്രോസ് ചെയ്യുക. 5 6 7 go 1 2 1 2. യെസ്, അപ്പൊ അത് കുറച്ച് സ്പീഡിലാണ്. 1 2 3 4. കുറച്ച് സ്പീഡിൽ വേണം ചെയ്യാനായിട്ട്. ആൻഡ് when you are doing this step, ബോഡി ചെറുതായിട്ടൊന്ന് സൈഡ് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, സൈഡിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ആയിട്ട് വരും. നമ്മളിപ്പോൾ നേരെ ചെയ്യുന്നതും സൈഡ് ചെയ്യുന്നതും തമ്മിലുള്ള സ്റ്റൈൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ബോഡി ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ളം എന്താ? നെഞ്ചാണല്ലേ. അപ്പോ ഉള്ളം ബാക്ക്. അപ്പോ 1 2 ഫ്രണ്ടിൽ വരിക, ദെൻ ഈ ഹാൻഡ് ബാക്കിലേക്ക് വരിക, ബാക്ക് ഹെഡ് വരിക. അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ കൊത്തി എന്നാണ് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാം ഫസ്റ്റ്. യെസ്, 5 6 7 go 1 2 5 6 7 go 1 2. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ക്രോസ് ചെയ്തു അല്ലേ? 1 2 ക്രോസ് ചെയ്ത് നേരെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് ലെഗിനെ ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, നമ്മളൊരു പെൻഡുലത്തിന്റെ മൂവ്മെന്റ് ഇല്ലേ, ടു ആൻഡ് ഫ്രോ പോകുന്ന ആ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെയാ? 1 2. യെസ്, കൊത്തി. ആ കൊത്തി മരം കൊത്തിനെയാണ് സിംബോളിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാ? അപ്പൊ കൈ പിടിക്കാന്ന് പറഞ്ഞാൽ കൊത്തി. കണ്ടോ?
ഈ ഒരു കൈയാണ്. ടക്ക് 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 കുത്തുന്നില്ലേ, ആ ഒരു കൈയാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 യെസ്. സോ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. യെസ് 5 6 7 ഗോ 1 2 3 4. കിട്ടിയോ? ഒന്നുമില്ല, ക്രോസ് ചെയ്യുക. അതിനുശേഷം ഈ റൈറ്റ് ലെഗിനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ദെൻ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് താഴെ കുത്തുക. അതിനുശേഷം എഗെയിൻ ഈ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ദെൻ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ 1 2 യെസ്. ആൻഡ് ബോഡി എന്ത് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ഒന്ന് ലീൻ ചെയ്യുക. റൈറ്റ് കുത്തുമ്പോൾ ബാക്ക് കുത്തുമ്പോൾ ബാക്കിലേക്ക് ബോഡി ഒന്ന് ലീൻ ചെയ്യുക. ആൻഡ് ഹാൻഡ് മൂവ്മെന്റ് ഷുഡ് ബി ലൈക്ക് 1 2 യെസ്. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇത്രയൊന്ന് ഒരുമിച്ച് ചെയ്താലോ ഫ്രം ദ ബിഗിനിങ്. യെസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഓരോരോ സ്റ്റെപ്പ് പഠിച്ചതിന് ശേഷം ഫ്രം ദ ബിഗിനിങ് ചെയ്ത് നോക്കുക ഫോർ റീകളക്ടിങ് ദ സ്റ്റെപ്സ്. ഓക്കെ 5 6 7 ഗോ. ജാലക്കാരി മായ ജാലക്കാരി വിളം കൊത്തി മായ. ഓക്കെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് ലെഗിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ ഓൾറെഡി അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് ബോഡി മൂവ്മെന്റ് ഷുഡ് ബി ലൈക്ക് 1 2. ഓക്കെ ബോഡി ഒന്ന് നോക്കിയേ, ഒന്ന് അപ്പ് ചെയ്ത് ഈ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒന്ന് താഴേക്കൊന്ന് ബെൻഡ് ചെയ്ത്, നോട്ട് ബെൻഡ് ആക്ച്വലി, ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ 5 6 7 ഗോ 1 2. ഓക്കെ ഡ്രാഗ് ചെയ്തു, ലെഫ്റ്റ് ലെഗിനെ ജോയിൻ ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ് ആദ്യം ലിഫ്റ്റ് ചെയ്തിട്ട് താഴേക്ക് പുള്ളി ചെയ്യുക. ആൻഡ് ഇതൊരു ഗേൾസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതായത് 1 2. ഓക്കെ ബോയ്സ് ക്യാൻ ഡു ലൈക്ക് ദിസ് 1 2. ഓക്കെ ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് സ്റ്റൈല് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാം. സോ ഗേൾസിന് ഞാൻ പറയുന്നത് 1 2 കൊണ്ടുവന്നു, ജോയിൻ ചെയ്തു. അതിനുശേഷം ഈ റൈറ്റ് ലെഗിനെ കൊണ്ട് 2 സ്റ്റെപ്പ്, ദെൻ ലെഫ്റ്റ് ലെഗിനെ കൊണ്ട് 2 സ്റ്റെപ്പ്. 1 2. ഓക്കെ അതായത് ഡ്രാഗ് 1 2 3 4. ഓക്കെ ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് ലൈക്ക് 1 2 3 4. നമ്മൾ ഈ ഫോക്ക് ഡപ്പാനൊക്കെ ചെയ്യുമ്പോൾ ഉള്ള സ്ഥിരം സ്റ്റെപ്പുകളില്ലേ, ആ ഒരു സാധനം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സാധനം, ആ ഒരു സംഭവമാണ്. ആൻഡ് ബോഡി ഷുഡ് ബി ലൈക്ക് ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക്, നോട്ട് ഫുള്ളി സൈഡ്, ഒരു ഡയഗണൽ വൈസ് ബോഡീനെ വെച്ചിട്ട് 1 2 3 4. ആദ്യം റൈറ്റിൽ 2 സ്റ്റെപ്പ്, ലെഫ്റ്റിൽ 2 സ്റ്റെപ്പ്. അപ്പൊ എങ്ങനെയാണ്? പുൾ സ്റ്റെപ്പ് 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 സ്റ്റെപ്പ്. അതായത് ജാലക്കാർ ഉള്ളം കൊത്തി മായ കണ്ണാ. ഓക്കെ പാട്ട് ഞാൻ മറന്നു പോയിട്ടാ, ആ സാരില്ല. എന്തായാലും കൊത്തി കഴിഞ്ഞതിന് ശേഷം 1 2 3 4 5 6. 1 2 3 4 5 6. ഓക്കെ സോ നമുക്ക് ഇത്രയും ചെയ്യാം. 5 6 7 ഗോ. ജാലക്കാരി മായ ജാലക്കാരി ഉള്ളം കൊത്തി മായ കണ്ണാൽ മൂടി. ഓക്കെ അപ്പോൾ ഇതുവരെ മനസ്സിലായി. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉള്ളൂ അതിവിടെ പഠിക്കാം. ഓക്കെ അപ്പൊ നോക്കുക, ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. 1 ഡയഗണൽ വൈസ് ലിഫ്റ്റ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. 5 6 7 ഗോ. 1 2. ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാ നോക്കിയേ, ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ പൊടി തട്ടിക്കളയില്ലേ, അതുപോലെ ചെയ്യാം. 5 6 7 ഗോ. 1 2. ഓക്കെ ആൻഡ് അതിനുശേഷം ലെഗ് ജോയിനിങ് ആണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ലൈക്ക് 1 2. ഓക്കെ ഹാൻഡ് മൂവ്മെന്റ് ഇവിടെ വരിക. ഒന്ന് നമ്മുടെ ചെസ്റ്റിലും, റൈറ്റ് ലെഗ് നമ്മുടെ ചെസ്റ്റിലും, ലെഫ്റ്റ് ലെഗ് ബാക്കിലും പോയിക്കോ. ഓക്കെ പോയിട്ട് നമ്മൾ ഡൗൺ ചെയ്ത് നോക്കുക, സ്ട്രെയിറ്റ് നോക്കുക. ആ സ്ട്രെയിറ്റ് നോക്കുന്ന സമയത്ത് തന്നെ ലെഗ് മൂവ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ലെഫ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് ലെഗ് അപ്പ് ചെയ്യുക. നോക്കിയേ 1 2 3 4. ഓക്കെ 2 ടൈംസേ ഉള്ളൂ, 4 പ്രാവശ്യം കാണിച്ചതേ ഉള്ളൂ. ഓക്കെ ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് ലൈക്ക് നോക്കിയേ, ഈ ഫ്രണ്ടിലുള്ള റൈറ്റ് ലെഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരണം. നോക്കിയേ 1 2 3 4. ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് കാണിച്ചു തരാം. 5 6 7 ഗോ. കണ്ടോ 2 തവണയേ ഉള്ളൂ ഈ ഒരു ടാപ്പ് ആൻഡ് ലിഫ്റ്റ്.
പക്ഷെ ആ സമയത്തിനുള്ളിൽ കൈ നല്ല റൗണ്ട് ചെയ്ത് വരണം. ഓക്കെ, ആൻഡ് ഇത് തന്നെയാണ് സെക്കൻഡും, കാരണം 2 ടൈംസ് ചെയ്യണം. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, കാണിച്ചു തരാം. നമ്മൾ റൗണ്ട് ചെയ്ത് വന്നില്ലേ 2 പ്രാവശ്യം, അതിന് പകരം നമ്മൾ ജസ്റ്റ് ചെസ്റ്റ് ലെവൽ ലൈക്ക് നോക്കിയേ 1 2 റൈറ്റ് ഹാൻഡ് ചെസ്റ്റിൽ തന്നെയാണ്, ലെഫ്റ്റ് ബാക്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗേൾസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാ ചെയ്തത്. ഓക്കെ, അതിൽ ആക്ട്രസ് ചെയ്തത് അങ്ങനെയാണ്. ഓക്കെ, അതായത് നമ്മുടെ റൈറ്റ് ചെസ്റ്റിലും ലെഫ്റ്റ് ഒരു അബ്ഡോമന്റെ ലെവലിൽ വന്നിട്ട് 1 2 ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്താലോ? 5 6 7 ഗോ. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം റൗണ്ട് ചെയ്ത് വരാം, രണ്ടാമത് ചെസ്റ്റ് തന്നെ എടുക്കാം. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 5 6 7 ഗോ. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നദി പോലലയാം. അതാണ് ആ നദി പോലെ അലയാം. ലൈക്ക് നമ്മുടെ റൈറ്റ് ലെഗിനെ അപ്പ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കിയേ 1 2 മൊത്തത്തിൽ ലൈക്ക് ഇങ്ങനെ ഒരു തൊങ്ങിയ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ്. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ റൈറ്റ് ടാപ്പ് ചെയ്യണ്ട, ലെസ് നോക്കിയേ 1 2. ഓക്കെ, അപ്പൊ നദി എങ്ങനെയാ? ഇതല്ലേ, കൈയും കൊണ്ട് ജസ്റ്റ് ഒരു വേവ് കൊടുക്കുക. 5 6 7 ഗോ. നദി പോലല അലയാം. അലയാൽ എങ്ങനെയാ? ഈ അലയാലല്ല, അലയുമ്പോ നോക്കിയേ റൈറ്റ് ലെഫ്റ്റ് ബാക്ക്, ദെൻ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് സ്ട്രെയിറ്റ്. നോക്കിയേ, റൈറ്റ് ഫ്രണ്ടിൽ വന്നു, ലെഫ്റ്റ് ബാക്കിൽ വന്നു, ദെൻ അഗൈൻ ഈ റൈറ്റ് എടുത്ത് ലെഫ്റ്റിന്റെ ബാക്കിൽ വന്നു, then left straight വന്നു. 1 2 3 4. yes, 5 6 7 go. നദി പോലലയാ. ഓക്കെ, ആൻഡ് അലയുന്ന സമയത്ത് നോക്കിയേ 2 കൈയും വേവാണ്. 1 2 3 4. ആദ്യം റൈറ്റിൽ പോയി, then ലെഫ്റ്റ് വന്നു, then റൈറ്റ്, then ലെഫ്റ്റ്. റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, 5 6 7 go. നദി പോലലയാ നന്ന നനനാ നനനാ. അത് യു ക്യാൻ ഗീവ് ആൻ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഞാൻ ചെയ്തത് 1 2 3 4 അവിടെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് സ്റ്റെപ്പ് നമുക്ക് തീർക്കാം. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രം ദ ബിഗിനിങ് ഒന്നുകൂടെ ചെയ്താലോ? യെസ്, 5 6 7 go. ജാലക്കാരി മായ ജാലക്കാരി ഉള്ളം കൊത്തി മായ കണ്ണാങ്ങി നനനാ നനനാ നദി പോലലയാം നനനാ നനനാ. ഓക്കെ, യെസ്, അങ്ങനെ ഫൈനലി നമ്മുടെ കൊറിയോ കംപ്ലീറ്റ് ആയിക്കാണ്. അപ്പോൾ ഇതെല്ലാവരും നോക്കിയിട്ട് പഠിക്കുക. ആൻഡ് ഞാൻ എടുത്ത രീതി എൻ്റെ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലായിപ്പോയത് എനിക്കറിയാം. ട്യൂട്ടോറിയൽ ഷുഡ് ബി ഷോർട്ട്, ഐ നോ. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണല്ലോ ലൈക്ക് ഓൺലൈൻ ലെവൽ, ഓൺലൈൻ കുട്ടികളെ പഠിപ്പിക്കണ പോലെയല്ല ലൈക്ക് ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലേക്ക് ഇങ്ങോട്ട് ഐ ഓൾവേസ് ലവ് 2-way കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ്. ഇതെനിക്ക് 2-way കിട്ടാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാവണമില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന്. സോ ഐ എം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്, ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ റിയലി കൺസേൺ ആവണോണ്ടാണ് കുറച്ച് ലാഗ് ചെയ്ത് എടുക്കുന്നത്. ബട്ട് എല്ലാവരും ഇത് പഠിച്ചു നോക്കുക. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക. ആൻഡ് ഇനി എന്തെങ്കിലും ഡാൻസ് വീഡിയോസിന് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും പറയുക, നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ഇവിടെ ഒന്ന് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾസോ മെൻഷൻ അവർ ക്ലാസ് ഡീറ്റെയിൽസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡാൻസ് ചെയ്ത് നോക്കുക. ആൻഡ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്തിട്ട് പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരിക. ലെറ്റ് മീ ചെക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തത് ഏത് ഡാൻസിൻ്റെ ട്യൂട്ടോറിയലാണ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഓൾസോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്തത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇറക്കാനുള്ള പരിപാടിയാണ്.
ആൻഡ് ഓൾസോ നമ്മുടെ ഡാൻസ് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റിലും ആഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ സെഷൻ. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് എപ്പോഴും കൊറിയോഗ്രാഫി പഠിക്കുന്നതിന് മുന്നേ നല്ല പ്രോപ്പർലി വാമപ്പ് ചെയ്യുക. അപ്പോൾ വാമപ്പ് ചെയ്തിട്ട് ശേഷം മാത്രം ഈവൻ റീലിനാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനാണെങ്കിലും നല്ല രീതിയിൽ വാമപ്പ് ചെയ്യുക. അപ്പോൾ വാമപ്പ് വേണമെന്നുണ്ടെങ്കിൽ വാമപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഇഫ് യു റിയലി വാണ്ട് ഐ വിൽ ഷെയർ ദാറ്റ് ഓൾസോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ ഗൈസ്. അപ്പം എല്ലാവരും പോയി ജാലക്കാരി പഠിക്കൂ, ജാലക്കാരി.